മരുന്നിന് പോയാൽ പൊതിച്ചോറ് കൊടുക്കുമോ എന്നുള്ള സംശയം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോകുന്നത്? രാജ്യത്തെ പൊതുജനാരോഗ്യ രംഗത്ത് കേരളം ആരോഗ്യ രംഗത്ത് നമ്പർ 1 ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ വളരെ സന്തോഷം. എന്റെ ചോദ്യം ചിന്തയോടാണ്. ചിന്ത ഇവിടെ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ 1 ആണോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോകുന്നത്? അതങ്ങനെ വരൂ. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ബുദ്ധി വേണം. അതിവനില്ല. അതിന് ഉദാഹരണം മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോകുന്നത് പോലും എന്താന്ന് വെച്ചാൽ ഇവിടെ മരുന്നില്ല. മരുന്നിന് പോയാൽ പൊതിച്ചോറ് കൊടുക്കുമോ എന്നുള്ള സംശയം. ഇത് കണിയല്ല കെണിയാ. രണ്ടാമത് കോഴിക്കോട് ഒരു സർജറി നടത്തിയപ്പോൾ ഉമ്മയുടെ വയറ്റിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കത്രി. എവിടെ പോണു? വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാ. കത്രിക വെച്ച് കൊടുത്ത ഈ നാടായി കേരളം മാറുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ കേരളത്തിന്റെ ചികിത്സ നമ്പർ 1 ആകുന്നത്? ശരി, ഓക്കെ ചേട്ടാ, ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ 1.5 മാസമായി നിരന്തരം പോകുന്ന ഒരു ആളാണ് ഞാൻ. നെഫ്രോളജി എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ ഡോക്ടറുണ്ടോ? സ്കാൻ ചെയ്യുന്ന സ്ഥലത്ത് ഡോക്ടർമാരുണ്ടോ? അതേപോലെ ഡോക്ടേഴ്സിന്റെ പല പോസ്റ്റിങ്ങുകളിലും അവിടെ പകരക്കാരെ വെച്ചിരിക്കുന്നു. സർക്കാർ നിയമനങ്ങളില്ല. ചുരുക്കുന്നു ഞാൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം. കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. മറുപടി ചിന്ത വളരെ പെട്ടെന്ന് 2 മിനിറ്റിൽ മറുപടി. എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ള കാര്യം, ഇവിടെ ഈ ഡിസ്കഷൻ ഉയർന്നു വന്ന ഘട്ടത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ബോധ്യപ്പെട്ടത് കോൺഗ്രസും BJPയും അനിയൻ ബാവയും ചേട്ടൻ ബാവയായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അല്ല, ഓക്കെ. ശരി, ചിന്ത ശാശ്വതമായി എന്താണ് പരിഹാരം? അദ്ദേഹം പറഞ്ഞ ചോദ്യം ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം. ഇതിനെ വിജയിപ്പിക്കണം. മാത്രമല്ല അടുത്ത ഇലക്ഷനിൽ എന്നെയും വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജയ് ഹിന്ദ്. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.